വസ്വാസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വസ്വാസ്, OCD ഇതുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ വസ്വാസ്, OCD എന്നുള്ള വിഷയം ലോകത്ത് ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടും ഒന്നാണോ? ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമാണല്ലോ. എന്താണ് ശരിക്കും വസ്വാസ്, OCD എന്നുള്ളത്? OCD അല്ലെങ്കിൽ വസ്വാസ് ഇത് സത്യത്തിൽ രണ്ടും ഒന്നാണ്. അത് ഇംഗ്ലീഷിൽ പറയുന്നൊരു പേരാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം, OCD എന്ന പോലെ തന്നെ അതിന് അറബിയിൽ പറയുന്നൊരു പ്രയോഗമാണ് വസ്വാസ്. അതിൻ്റെ ചില ശൈലികളിലും അതിനെ മനസ്സിലാക്കുന്ന വിഷയത്തിലൊക്കെ സംഭവം രണ്ട് കൺസെപ്റ്റ് ഉണ്ട് എങ്കിലും ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് വസ്വാസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ OCD എന്താണെന്ന് ചോദിച്ചാൽ, OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ്. എന്താണ് ഒബ്സഷൻ? ഇതിൻ്റെ ഇസ്ലാമിക വശവും അതുപോലെ ഭൗതികമായ ചില ചർച്ചകളും ചെറിയ രൂപത്തിലൊന്ന് പറയാം. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ചിന്തയിൽ നിരന്തരമായി അനിയന്ത്രിതമായി വരുന്ന ചില ചിന്തകളാണ്. നിരന്തരമായി വരുന്ന ചിന്തകൾ. ഈ ചിന്തകളെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കാം, ചിലത് പറയണം എന്ന ചിന്തയായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ ഇതൊക്കെ മനസ്സിൽ നിരന്തരമായിട്ട് വരിക. ഇതാണ് യഥാർത്ഥത്തിൽ ഒബ്സഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ ചിന്തകൾ വരുന്ന വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ഒരു റെമഡി കണ്ടെത്തിയിട്ടുണ്ടാവും. അത് താൽക്കാലികമാണ്. പക്ഷെ അവരത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസം അനുഭവിക്കുന്നതിന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ പരിഹാര മാർഗമാണ് അവർ കണ്ടെത്തുന്ന താൽക്കാലികമായ പരിഹാര മാർഗമാണ് എന്ത്? ഒബ്സഷൻ അഥവാ ഒബ്സസീവ് കമ്പൽസീവ് അഥവാ കമ്പൽഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ കമ്പൽഷൻ എന്ന് പറയുന്നത് ഈ പ്രശ്നത്തെ, ഒബ്സഷൻ വരുന്ന ഈ ഒരു വിഷയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു പരിഹാര മാർഗമാണ്. അത് താൽക്കാലികമായിരിക്കും. അതെ, നൈമിഷികമായിരിക്കും. അത് താൽക്കാലികമായിട്ടുള്ള ചെറിയൊരു സംഭവമായിരിക്കാം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥ. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്: നിരന്തരമായ മനസ്സിൽ അനിയന്ത്രിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ. അത് എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ആശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇന്നാലിന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നായിരിക്കാം, അതല്ലെങ്കിൽ പ്രത്യേകമായ ഇമാജിനേഷനോ മറ്റൊക്കെ ആയിരിക്കാം. നിരന്തരമായി വരികയാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സാധാരണ ഈ കമ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് OCD. ഈ ഒരു ഡിസോർഡർ അവസ്ഥക്കാണ് OCD വസ്വാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്തകൾ നിരന്തരമായിട്ട് പല ആളുകൾക്കും വരാറുണ്ട്. ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊക്കെ പല വിഷയത്തിലുണ്ടാവുമല്ലോ, ഇന്ന സ്ഥലത്ത് ഒന്ന് കഴുകണം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ ചെയ്ത കാര്യം തന്നെ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ചില ആളുകൾക്ക് രാത്രി സമയങ്ങളിലൊക്കെ കിടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം. അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ നമുക്കൊക്കെ വരുന്നതാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് വന്നു, അതേ ചിന്ത കുറച്ച് കഴിഞ്ഞപ്പോഴും വന്നു, അത് പിറ്റേ ദിവസം വന്നു, അങ്ങനെ ഓരോ ദിവസം ആവർത്തിച്ച് വരികയാണെങ്കിൽ അത് നോർമൽ സ്റ്റേജ് അല്ല. അവിടെ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇതാണ് ഈ ഡിസോർഡർ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇസ്ലാമികപരമായിട്ട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് വസ്വാസ് അഥവാ പൈശാചികമായ ദുർബോധനം എന്ന് നമ്മൾ പറയും. ശരിക്ക് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെ. കാരണം ഒന്ന്, കൗമാരകാലത്തിലുള്ള കുട്ടികൾക്ക് വരെ ഉണ്ട്, അതുപോലെ യുവാക്കൾക്കുണ്ട്, പ്രായാധിക്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ശരിക്കും എന്താണ് ഇതിൻ്റെ കാരണങ്ങളൊക്കെ? ഈ OCDക്ക് എത്തുന്ന കാരണങ്ങൾ എന്താണ്? ഈ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വസ്വാസിലേക്ക് OCDയിലേക്ക് എത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് സൈക്കോളജിക്കലായിട്ട് പറയാനുണ്ട്, മതപരമായിട്ട് കിതാബുകളിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിന് നമ്മൾ മതപരമായിട്ട് പറയുന്ന ഒരൊറ്റ വാക്കെന്താ? പൈശാചികമായ ദുർബോധനം എന്നാണ്. അപ്പോൾ ഷെയ്ത്താൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന ദുർബോധനം എന്ന് പറയാം. ഇത് കിതാബുകളിലൊക്കെ ഉണ്ട്. നമുക്കൊക്കെ അറിയാം, ഷാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിൻ്റെ ഏറ്റവും ആധികാരികമായൊരു കിതാബാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ്, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കിതാബ്. ഈ ഫത്ഹുൽ മുഈനിന് ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്, ഒരു ഹാഷിയുണ്ട്. ബഹുമാനപ്പെട്ട അസ്സയ്യിദ് അലവി ബിൻ അഹ്മദ് സഖാഫ് അൽ മക്കി മഹാനവർ രചിച്ചൊരു കിതാബുണ്ട്, തർശീഖുൽ മുസ്തഫീദി എന്നാണ് കിതാബിൻ്റെ പേര്. ആ കിതാബിൽ വസ്വാസിനെക്കുറിച്ച് പേജുകളോളം നിരത്തിയിട്ടുണ്ട്. ഒരുപാട് വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ വസ്വാസ് എന്താണെന്നും വസ്വാസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കിതാബ് കൂടെയാണ്. എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയെന്നല്ല, അതിൽ ഈ വസ്വാസിനെയും പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അവിടെ പറയുന്ന ചില കാരണങ്ങളുണ്ട്. വസ്വാസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇമ്മ ലൊഅഫും ഫിൽ അഖിലി, അഥവാ ബുദ്ധിപരമായിട്ട് ബ്രെയിനിൽ വരുന്ന ചില ഇംബാലൻസ്, ചില എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ, മാനസികമായി അല്ലെങ്കിൽ ബ്രെയിനിൽ വരുന്ന ചില അപാകതകൾ എന്ന് പറയാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചെന്നാൽ അവർ ചിലപ്പോൾ വേണമെങ്കിൽ വസ്വാസുകാർ ചെന്നാൽ മെയിനായിട്ട് പറയാറുള്ള എന്താ, ഹോർമോൺ ചേഞ്ചസിൻ്റെ വിഷയമാണെന്നൊക്കെ പറയും. വേറെയും കുറേ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് ബ്രെയിനിൽ വരുന്ന നെർവസ് സിസ്റ്റത്തിൽ വരുന്ന അഥവാ ഞരമ്പുകൾക്ക് വരുന്ന ചില ഇംബാലൻസുകൾ, ന്യൂനതകൾ എന്ന് പറയാം. അത് മാത്രമല്ല, അപ്പോൾ നെർവസ് സിസ്റ്റത്തിനുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഇംബാലൻസ് ഉണ്ടോ ഈ വസ്വാസ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. എന്ന പോലെ തന്നെ പല ആളുകൾക്കും ഈ വസ്വാസിൻ്റെ ആളുകളെ നമ്മൾ എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ കൗൺസിലിങ്ങിന് വിധേയരാകുമ്പോൾ ആ സമയത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് തുടക്കത്തിൽ തന്നെ, അതിൽ ജനറ്റിക് അസുഖമായിട്ട് അഥവാ പാരമ്പര്യത്തിന് ഇതിൽ വലിയ പങ്കുണ്ട്. അതാണ് ഈ വസ്വാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പാരമ്പര്യത്തിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ, വസ്വാസ് അനുഭവിക്കുന്ന ഒരു ക്ലൈൻറ്റ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇത് ഉമ്മക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പക്കോ നിങ്ങളുടെ വല്യമ്മ, വല്യപ്പ, എളാപ്പാര്, മൂത്താപ്പാര് അല്ലെ അമ്മായിയാൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവർ പറയാതെ വാപ്പാക്ക് ഭയങ്കരമായിട്ട് വസ്വാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കൊന്നുമല്ല പക്ഷെ വല്യപ്പാക്ക് ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ അമ്മായിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എളാപ്പ എന്ന് പറഞ്ഞാൽ ആ രക്തബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ പറയാറുണ്ട്. അങ്ങനെ ജനറ്റിക് ആയിട്ടും വരാറുണ്ട്. വരുന്നത് മുഴുവനും ജനറ്റിക് ആണെന്നല്ല, അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പലപ്പോഴും ഇതുപോലെ മക്കളിലോ കുടുംബത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും OCD വസ്വാസമൊന്നുമില്ല, പിന്നെ അവർക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു എന്ന് പറയും. ആങ്സൈറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് OCD അല്ല. അങ്ങനെയും ചിലപ്പോൾ കാണും. അഥവാ മാനസികമായ മൈൻഡ് റിലേറ്റഡ് ആയ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ അവസ്ഥ മാതാപിതാക്കൾക്കോ കുടുംബത്തിനുണ്ടാവും. പക്ഷെ അത് മക്കളിലേക്ക് എത്തിയപ്പോൾ അത് ആങ്സൈറ്റി ആയിട്ടല്ല രൂപപ്പെടുന്നത്, മറിച്ച് പലപ്പോഴും അത് OCD ആയിട്ട് അങ്ങനെയും കാണും. അങ്ങനെ ജനറ്റിക് ആയിട്ട് ഈ സംഭവത്തെ കാണാറുണ്ട്. അതേസമയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത്തരം പ്രയാസങ്ങൾ, ഉറക്കക്കുറവുള്ള ആളുകൾ, ഇൻസോംനിയ, ഉറക്കം ശരിയായ രൂപത്തിൽ കിട്ടാത്ത ആളുകൾ, അത്തരം ആളുകൾക്കും ഈ വസ്വാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ വസ്വാസ് ഉള്ള ആളുകൾക്ക് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിഹരിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, വസ്വാസുള്ള ആളുകളാണെങ്കിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശരിയായ രൂപത്തിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഉറക്കം കുറഞ്ഞു, അതിൻ്റേതായ ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വസ്വാസ് ഉള്ളവരാണെങ്കിൽ വസ്വാസ് കൂടാൻ കാരണമാകും, ഇല്ലാത്തവർക്ക് പലപ്പോഴും ഉണ്ടാവാൻ എന്ന് വെച്ചിട്ട് ഉറക്കം കുറഞ്ഞ ആളുകൾക്ക് മുഴുവനും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതും പ്രത്യേകം മനസ്സിലാക്കണം. അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, വസ്വാസ് ഉറക്കമില്ലാത്ത ആൾക്കാർക്കൊക്കെ വസ്വാസ് ഉണ്ടാവില്ല. അങ്ങനെയല്ല, അതാ പറഞ്ഞൊരു ഉദ്ദേശം മനസ്സിലാക്കണം. എന്ന പോലെ തന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായ വല്ലാത്ത പിരിമുറുക്കം, സമ്മർദ്ദത്തിലാക്കുന്ന പല വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലുണ്ടാവും. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ പരീക്ഷ ഭയങ്കരമായിട്ട് പേടിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ പരീക്ഷ ഭയം പലപ്പോഴായിട്ട് അവരുടെ മൈൻഡിലേക്ക് വന്ന് പലപ്പോഴും എന്ത് ചെയ്യും, പിന്നീട് കാലക്രമേണ ഒരുപാട് കാലം ഈ സ്ട്രെസ് അനുഭവിച്ചിട്ട് പിന്നീട് പലപ്പോഴും എന്ത് ചെയ്യും, അത് OCDയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതൊരു പിന്നെ ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. എന്ന പോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് കുടുംബപരമായിട്ടുള്ള കലഹങ്ങളോ സാമ്പത്തികമായ പരാധീനതകളൊക്കെ വന്നിട്ട് കാലങ്ങളായി സ്ട്രെസ് അനുഭവിച്ചിട്ട് അത് അവസാനം മാറും OCD ആയിട്ട് പരിണമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. എന്ന പോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഹോർമോൺ ചേഞ്ചസ്, ഇത് സാധാരണ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും പറയുന്നൊരു പ്രയോഗമാണ്. ഈ ഹോർമോൺ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും, കാരണം സ്ത്രീകൾ ഒരുപാട് വസ്വാസമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു വലിയ വിഭാഗം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എപ്പോഴാണ്? ഒന്ന് പ്രഗ്നൻസി കാലയളവ്, അഥവാ ഗർഭകാലങ്ങളിൽ. ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങിയെന്ന് പറയും. അല്ലെങ്കിൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറി കഴിഞ്ഞു അതിന് ശേഷം തുടങ്ങിയെന്ന് പറയും. എൻ്റെ മൂത്ത മോനെ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വസ്വാസ് തുടങ്ങിയെന്ന് പറയും.
അപ്പോൾ പിന്നെ ഇത് തുടങ്ങാൻ ആ സമയത്ത് എന്തുകൊണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ചസ് ആകുന്ന സമയമാണ് പ്രഗ്നൻസി കാലയളവ് എന്ന് പറയുന്നതും ഡെലിവറിക്ക് ശേഷമുള്ള സമയങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യും, അത് OCDയിലേക്ക് പരിണമിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ പിന്നെ പ്രസവാനന്തര ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നാണ് പറയാം, PPD. ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷന് ശേഷം അത് പലപ്പോഴും എന്തിലേക്ക് എത്തും, ഈ OCDയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ്. എന്ന പോലെ ചിലപ്പോൾ മറ്റുള്ള വിഷയങ്ങളിൽ ആങ്സൈറ്റി, കേവലം ഒരു വിഷയത്തിൽ മാത്രമല്ല, ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആളുകൾ, ഡിപ്രസ്ഡ് മൈൻഡിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ പലപ്പോഴും OCD വരാറുണ്ട്. എന്ന പോലെ തന്നെ പിന്നെ ഡോപ്പമിൻ ഇംബാലൻസ് ആവുന്ന വിഷയങ്ങളിൽ ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും വസ്വാസ് വരാറുണ്ട്. എന്ന പോലെ തന്നെ പല ആളുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആളുകളോടൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമായിട്ട് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ആണോ പല ആളുകൾക്കും വസ്വാസ് ഉണ്ടാവാറുണ്ട്. അഥവാ വൈറ്റമിൻ D കുറവുള്ള ആളുകൾക്ക് മുഴുവനും വസ്വാസ് ഉണ്ട് എന്നല്ല, കാരണം ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ B12 അതിൻ്റെ അഭാവം കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ ബ്ലഡിൽ അയൺ കണ്ടൻറ്റ് കുറവുള്ള ആളുകൾക്ക് ഇതൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ശരിയായ രൂപത്തിൽ രക്തത്തിൽ അയൺ കണ്ടൻറ്റ് ഉണ്ടെങ്കിലാണ് ആ രക്തത്തിന് പവർ ഉണ്ടാവുള്ളൂ, ബ്ലഡിന് പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയൺ കണ്ടൻറ്റ് കുറവുണ്ടോ അത്തരം ആളുകൾക്ക് ഇതുപോലെ അനാവശ്യമായ ചിന്തകൾ നിരന്തരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന പോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് പലപ്പോഴും ഈ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ, ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് നോക്കണം, അങ്ങനെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണിക്കണം, അവരിൽ നിന്ന് മെഡിസിൻ എടുക്കണം എന്ന് പറയാറുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് ശരീരത്തിന് കൈകാലുകൾക്കൊക്കെ വേദന, തളർച്ച ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും അക്കൂട്ടത്തിൽ അവർക്കിങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയുന്ന ഒരു ശൈലി, എന്തിനാണെന്നൊന്നുമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്കിങ്ങനെ കരച്ചിൽ വരിക, എന്താ കാരണം അവർക്ക് അറിഞ്ഞോളുന്നില്ല, അപ്പോൾ അവരിങ്ങനെ കരയുന്നൊരു ശൈലി. അപ്പോൾ ആ സമയങ്ങളിൽ അനിയന്ത്രിതമായ ചിന്തകൾ, ഒബ്സഷൻ കൂടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ ചിന്തകൾ കൂടാൻ സാധ്യതകളുണ്ട്. അത് നിരന്തരമായിട്ട് ഇതുപോലെ വസ്വാസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനി വസ്വാസ് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇതുപോലെ എന്തുണ്ടാകും, പലപ്പോഴും പല ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവും. വസ്വാസുള്ള എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇസ്ലാമികപരമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത്, വസ്വാസ് എന്ന് പറയുന്നത് പൈശാചികമായ ദുർബോധനമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട കാരണങ്ങൾ മുഴുവനും പൈശാചിക ദുർബോധനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൈശാചികമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ സംഭവിക്കാം. ഈ പറയപ്പെട്ടത് മുഴുവനും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കാരണങ്ങളാണ്. ഇനി അതിൽ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട തെർഷീഖുൽ മുസ്തഫീദിനിൽ സയ്യിദ് അലവി ബിൻ അഹമ്മദ് സഖാഫ് റഹിമഹുല്ല അവർ പറഞ്ഞ മറ്റു ചില കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു, ലുഅഫും ഫിൽ അഖ്ലി, അതാണ് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്ന പോലെ ഔ ജഹ്ലും ബി സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ സുന്നത്ത്, അവിടുത്തെ ചര്യ ശരിയായ രൂപത്തിൽ അറിയില്ല, അതിൻ്റെ അജ്ഞത മൂലവും പലപ്പോഴും വസ്വാസിലേക്ക് എത്താറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മസ്അലയിലാവാം. ഇപ്പോൾ നിസ്കാരത്തിൽ ഇപ്പോൾ നിയ്യത്ത് വെക്കുന്നിടത്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് വെക്കുന്നത് മനസ്സിക്ക് തട്ടുന്നില്ല, അല്ലെങ്കിൽ നിയ്യത്ത് വെച്ചിട്ടുണ്ട് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു, ഫാത്തിഹ ഓതുന്നു പക്ഷേ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മസ്അലകൾ അറിയില്ല എന്നതാണ് ഇവിടെ പ്രശ്നം. അതാണ് ജഹ്ലും ബി സുന്നത്തി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, യഥാർത്ഥ സുന്നത്ത്, ഇസ്ലാമിക ശരിയായ നിയമങ്ങൾ അറിയില്ല എന്നതാണ് മറ്റൊരു കാരണം. ഇതേപോലെ മറ്റൊരു കാരണം കൂടെ പറയുന്നുണ്ട്, അവിക്തിദാ ഉൽ ജാഹിലീന ബിൽ മുഹ്മിലീന, വിവരമില്ലാത്ത ഏതെങ്കിലും വിവരദോഷികളെ പിന്തുടരുക. ഇത് വലിയൊരു പ്രശ്നമാണ്. വിവരമില്ലാത്ത ആളുകളെ പിന്തുടരുക, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, അത് മുഖേനയും പലപ്പോഴും എന്ത് ചെയ്യും, വസ്വാസിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പിന്നെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ലൈൻറ്റ് എന്നോട് പറഞ്ഞു, ഈ മെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശുദ്ധിയാവാൻ വേണ്ടി കുളിക്കുമല്ലോ, ഹൈലു കുളി, അതല്ലെങ്കിൽ വലിയ ശുദ്ധി കുളിക്കുന്ന കുളി. ആ കുളിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാമ പണ്ട് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കുളിക്കുന്ന സമയത്ത് നന്നായി ശരീരം വൃത്തിയാവണം, ഓരോ രോമകൂപങ്ങളിലും വെള്ളം എത്തണം, അത് ഓരോ രോമത്തിലും എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കണം എന്ന് മാത്രമല്ല, അതിന് നമ്മളെ നന്നായി ഉരച്ച് കഴുകണം. സത്യത്തിൽ ശരീരം മുഴുവനും വെള്ളം എത്തണം എന്നത് നിർബന്ധമാണെങ്കിൽ പോലും ഓരോ രോമക്കുത്തിലും
ഈ വെള്ളം എത്തി എന്ന് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതാവശ്യമില്ല. ഈ പറഞ്ഞ രണ്ടാണ്. ശരീരത്തിൽ വെള്ളം എത്തൽ നിർബന്ധമാണ്. എല്ലായിടത്തും ശരീരത്തിൽ വെള്ളം എത്തൽ നിർബന്ധമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ശരീരത്തിൻ്റെ ഓരോ പോയിന്റുകളിലും വെള്ളം എത്തി എന്ന് കുളിക്കുന്ന വ്യക്തി ഉറപ്പിക്കണോ? അങ്ങനെ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തലയിൽ എല്ലായിടത്തും വെള്ളത്തിൽ നിന്ന് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. പുറം ഭാഗത്ത് അല്ലെങ്കിൽ കയ്യിൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തി എന്ന് ഉറപ്പ് വേണ്ട. പിന്നെ എന്ത് മതി? എല്ലായിടത്തും എത്തി എന്നൊരു ധാരണ മതി. ഇതാണ് ഫിഖ്ഹ് പഠിപ്പിച്ചത്. ഫത്വയിൽ മീനടക്കമുള്ള എല്ലാ കിതാബിലും പറയുന്ന വിഷയമാണ്. അപ്പോൾ ആ ക്ലൈൻറ്റ് എന്നോട് പറയാണ്, അപ്പോൾ ഹൈദ് കുളിക്കുന്ന സമയത്ത് എല്ലായിടത്തും വെള്ളത്തിൽ നിന്ന് ഉറപ്പിക്കണം. അപ്പോൾ അത് ശരിയാവണം എന്ത് വേണം? ശരീരത്തിന് നന്നായിട്ട് ഈ ചകിരിയോ ചണ്ടിയോ, അതായത് ഉരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനം കണ്ടിട്ട് നന്നായി ഉരച്ച് ശരീരത്തിൽ നിന്ന് ചളി പോകണം, സോപ്പിൻ്റെ പത പോകണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ക്രിർ എന്നുള്ള സൗണ്ട് അതിങ്ങനെ കേൾക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഉമ്മാമ പഠിപ്പിച്ചു കൊടുത്തൊരു സംഭവമാണ്. സത്യത്തിൽ അങ്ങനെയാണോ ഇസ്ലാം? അല്ല. അപ്പോൾ ഒരു വിവരമില്ലായ്മയിൽ നിന്ന് അത് പിൽക്കാലത്ത് എത്തിയ ഒരു സംഭവമാണ് ഈ വസ്വാസ്. അപ്പോൾ ഈ പെൺകുട്ടി നിരന്തരമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിതിങ്ങനെ വരുന്ന സമയത്ത് ഈ സൗണ്ട് വരുന്നില്ല. കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു മണ്ടത്തരായിട്ടൊക്കെ തോന്നിയേക്കാം. നമ്മളെ ഇയാള് പറഞ്ഞ പോലെ ബെന്യാമിന് ആടുജീവിതത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ശരിക്കും ഞാനിത് കേൾക്കുമ്പോൾ നമുക്കൊരു കെട്ടുകഥകളാണ്. പക്ഷേ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണല്ലോ. തീർച്ചയായിട്ടും ആ പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വസ്വാസുകാരുടെ അവസ്ഥകളോ ശൈലികളൊക്കെ പറയുമ്പോഴേ അതൊക്കെ ഒരു തമാശയായിരിക്കാം, കെട്ടുകഥകളായിരിക്കാം, ഭാവനകളായിരിക്കാം. പക്ഷേ വസ്വാസം അനുഭവിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇത് തീയാണ്, ഉള്ളിൽ കനലാണ്, വല്ലാത്ത നീറുന്ന വേദനയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കുളിക്കുന്ന സമയത്ത് ഇത് ശരീരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എത്തി എന്നൊരു ഉറപ്പെനിക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ അതിൻ്റെ പിന്നാലെ കുറേ ശ്രമിച്ചു. എന്ന പോലെ തന്നെ നിരന്തരമായിട്ട് ശരീരത്തിൽ വെള്ളം എത്തി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എല്ലായിടത്തും ഉരച്ച് കഴുകി. അത് പിന്നീട് എനിക്ക് വസ്വാസായി. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് പലപ്പോഴും ഇതുപോലെ വസ്വാസിലേക്ക് അല്ലെങ്കിൽ ഇത്തരം വിഷയത്തിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ വസ്വാസ് പല വിഷയത്തിലുണ്ടാവും. ചിലപ്പോൾ നിസ്കാരത്തിലാവാം, നിയ്യത്തിലാവാം, ഫാത്തിഹയിലാവാം, അത്തഹിയാത്തിലാവാം, അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിൽ, ഇഖാമത്ത് കൊടുക്കുന്നതിൽ, ഇങ്ങനെ പല വിഷയത്തിലുണ്ട്. എന്ന പോലെ തന്നെ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ ലോകമാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ വസ്വാസം അനുഭവിക്കുന്നവരാണെങ്കിൽ പല മേഖലകളിലും അവർ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരുപാട് വെല്ലുവിളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ശരിക്കും ഇതിന് പരിഹാരങ്ങളുണ്ടോ? പരിഹാരമുണ്ട്. അതായത് സൈക്കോളജിസ്റ്റ് ഉണ്ട് നമ്മുടെ മുന്നിൽ, സൈക്കാട്രിസ്റ്റ് ഉണ്ട്. പലപ്പോഴും അവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം സൈക്കോളജിസ്റ്റ് പറയും സൈക്കാട്രിസ്റ്റിനെ കാണാൻ പാടില്ല, സൈക്കാട്രിസ്റ്റ് പറയും ഞങ്ങളുടെ മെഡിസിൻ മാത്രം കുടിച്ചാലേ മാറുള്ളൂ, സൈക്കോളജിസ്റ്റിൻ്റെ പോരരുത് എന്നുള്ള രൂപത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ OCD അനുഭവിക്കുന്നവർക്ക് അവരുടെ രോഗം എങ്ങനെയെങ്കിലും മാറണം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സൈക്കാട്രിസ്റ്റിനെയാണോ കാണിക്കേണ്ടത്, സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത്? എങ്ങനെയാണ് അവിടെ ഒരു പരിഹാര മാർഗം തേടുക? ഓക്കെ, ഇതിൽ ഈ വസ്വാസ് എന്ന് പറയുന്ന രോഗത്തിന് അല്ലെങ്കിൽ OCD എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും പരിഹാരമാർഗമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് മരുന്ന് കഴിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ മരുന്ന് കഴിക്കണം. എല്ലാത്തിനും മരുന്ന് കഴിക്കണമെന്ന് പറയുന്നില്ല. മരുന്ന് കഴിക്കേണ്ട സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ മരുന്ന് കഴിക്കൽ നിർബന്ധമാണ്. അതേസമയം ചിലതൊന്നും മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ അത് കൗൺസിലിംഗ് ചെയ്ത് അവർക്ക് ചില തെറാപ്പികൾ കൊടുത്താൽ തന്നെ ഓക്കെ ആവും. പക്ഷെ ഒരു വാക്ക് ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഏകദേശം കൗൺസിലിങ്ങിൻ്റെ എത്രയോ കാലത്തിനിടയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ അടുത്ത് ഏകദേശം ഒരു 10,000-ലധികം ക്ലൈൻറ്റ് വന്നിട്ടുണ്ട് വസ്വാസം മാത്രം വെച്ച്. അതേസമയം ഫാമിലി കൗൺസിലിംഗ്, അതുപോലെ ഫാമിലി നടക്കുന്ന ഇഷ്യൂസുകളാവട്ടെ, ചൈൽഡ് സൈക്കോളജി വിഷയങ്ങളാവട്ടെ, കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ള ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള വിഷയങ്ങൾ, അതൊക്കെ എത്രയോ വന്നിട്ടുണ്ട്. അതല്ലാത്ത OCD വിഷയത്തിൽ മാത്രം ഞാൻ ഇടപെട്ട 2,000-ലധികം കേസുകളുണ്ട്. അപ്പോൾ 2,000-ലധികം കേസുകൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ 5, 8, 10 ഒക്കെ വേണ്ടി വരും. ചിലപ്പോൾ 1, 2 മതി, ചിലപ്പോൾ 8, 10 വേണ്ടി വരും, ചിലപ്പോൾ 10, 15 വേണ്ടി വരും. ഓരോ ആളുകളുടെയും ഡെപ്തിന് അനുസരിച്ചാണ് ഇതൊക്കെ മാറ്റങ്ങൾ വരിക. അപ്പോൾ ഇത്രയും കൂടുതൽ കൗൺസിലിംഗ് കാര്യങ്ങളും ചെയ്ത അനുഭവം വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു 8,000, 10,000-ലധികം ഒക്കെ സിറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവാം പല ആളുകൾക്കുമായിട്ട്. അപ്പോൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, തീർച്ചയായിട്ടും കൃത്യമായ കൗൺസിലിങ്ങും
ഈ ക്ലയൻറ്റിൻ്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ട് എങ്കിൽ 100% ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് 100% മാറും. അത് മാറ്റിയെടുക്കാനുള്ള വഴികളുണ്ട്. കാരണം നമുക്ക് തന്നെ ആയിരക്കണക്കിന് കഥകൾ പറയാൻ നമുക്കുണ്ട്. അത്രയേ കൂടുതൽ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നതും എത്രയോ സന്തോഷകരമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്, വസ്വാസ് മാറുമോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും മാറും. തീർച്ചയായിട്ടും മാറും, മാറ്റിയെടുക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ മാറ്റിയെടുക്കാം. അതിൽ മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിക്കണം. അതൊന്നുമല്ല, അധിക ആളുകൾക്ക് ഒരു 95% വസ്വാസുകാർക്കും മരുന്ന് കഴിക്കേണ്ട കേസുകളല്ല. അത്തരം ആളുകൾ കൗൺസിലിങ്ങിലൂടെ തെറാപ്പികളിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക.